Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കബാബ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? റെസിപ്പി ഇഷ്ടമായ ചാനൽ പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ മട്ടൺ അല്ലെങ്കിൽ ബീഫ് എടുക്കണം. ബീഫ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ഫുൾ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യമുള്ളത് 3 ഉരുളക്കിഴങ്ങാണ്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ട്. ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും, 3 പച്ചമുളകും, 1 മീഡിയം സൈസ് സവാളയും. കബാബ് ഫ്രൈ ചെയ്യാൻ 2 മുട്ടയും കുറച്ച് റവയും ആവശ്യമുണ്ട്. ആദ്യം ഇറച്ചി വേവിച്ചെടുക്കണം. ഇത് കുക്കറിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ പൊടി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ഇറച്ചീൻ്റെ വേവ് വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഇറച്ചി വെന്ത് റെഡിയാണ്. 6 വിസിൽ വരെ എടുത്തു ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 90% മാത്രം വേവിച്ചെടുത്താൽ മതി, ഫുള്ള് വേവിക്കണ ആവശ്യമില്ല. ഇതല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഇതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഇറച്ചി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. കുറച്ചിങ്ങനെ പീസായിട്ട് കാണണം, നന്നായിട്ട് പൊടിയാൻ പാടില്ല ചോപ്പറിലിടുകയാണെങ്കിൽ. പിന്നെ പൊട്ടാറ്റോ ഇവിടെ ഇതാ സ്മാഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യാൻ ആവശ്യമില്ല. ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം, കുറച്ചൊക്കെ കഷ്ണങ്ങളായിട്ട് കാണണം. ഇനി ഇറച്ചിയും പൊട്ടാറ്റോയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇതിലേക്ക് 1 നാരങ്ങൻ്റെ നീരാവശ്യമുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിയില, പുതിന ഇല, സവാള, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം മിക്സായി റെഡിയാണ്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് കബാബിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് പിന്നെ ഇതിന് ഷേപ്പാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കി കൊടുത്താൽ മതി. പൊട്ടൊന്നുമില്ലാതെ ഇത് ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ കബാബും ഷേപ്പാക്കി വെക്കാം. കബാബൊക്കെ റെഡിയാണ്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ കബാബും ഇതിലേക്ക് മുഴുക്കിയിട്ട് റവയിലിട്ട് കൊടുക്കണം. റവ കുറേ കോട്ട് ചെയ്യണ ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും. ഇതുപോലെ തന്നെ എല്ലാ കബാബും കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതാ കബാബ് എല്ലാം എഗ്ഗിലും റവയിലൊക്കെ കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് റെഡിയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് കബാബ് ഇട്ട് കൊടുക്കാം. തീ മീഡിയമിലായിരിക്കണം, മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി 2-3 മിനിറ്റിന് ശേഷം ഓരോന്നായിട്ട് ഇത് ടേൺ ചെയ്ത് കൊടുക്കാം. ഇത് കുറേ ബ്രൗൺ ഒന്നും ആവണ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും, അപ്പോഴേക്കും ഇത് കോരിയെടുക്കണം. അങ്ങനെ നമ്മൾ മട്ടൺ റേഷ കബാബ് റെഡിയാണ്. ഇതാ ചെറുതായിട്ടൊക്കെ കളറ് മാറിയിട്ട് ഉള്ളിൽ നിന്നൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടാം. ഇനി ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടി മുക്കി കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് റെഡി ആവണ ഒരു കബാബാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.